ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും ഓർഡർ ചെയ്യുന്നൊരു ഐറ്റമാണിത്. അതെ, ചിക്കൻ ടിക്ക മസാല. സ്റ്റാർട്ട് ചെയ്യാം നമുക്കിത്. നല്ല ഈസിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ മാറ്റി നല്ല ഡ്രൈ ആക്കിയ ചിക്കനാണിത്. ഇത് നമ്മുടെ ചിക്കൻ മാരിനേഷനുള്ള മസാലയാണിത്. അതിനായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ്, കാശ്മീരി മുളക് പൊടി ഏകദേശം ഒരു 4 ടീസ്പൂണോളം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗരം മസാല. ഇത് യോഗേർട്ടാണ്. നിങ്ങൾക്ക് തൈരും ചേർക്കാം, പക്ഷേ തൈരിൻ്റെ വെള്ളമെല്ലാം ഫുള്ള് മാറ്റിയതിന് ശേഷം മാത്രം ചേർക്കാം. യോഗേർട്ടായിരിക്കും ബെസ്റ്റ്. പിന്നെ നാരങ്ങയുടെ നീര്. എനിക്ക് ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങ ചേർത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വലിയ നാരങ്ങയാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് നിങ്ങൾ ചേർക്കുക. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം. മാക്സിമം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇത് വെക്കുക. എന്നാൽ ഓവർനൈറ്റ് വെച്ചാൽ ഇച്ചിരി കൂടി നല്ലതായിരിക്കും. അങ്ങനെ ഇവിടെ ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. ഇത് ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ ആണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അങ്ങനെ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു. 1 ടീസ്പൂൺ ബട്ടർ, അല്ലെങ്കിൽ ഇതുപോലൊരു ചെറിയ 2 ക്യൂബ് ബട്ടറും കൂടെ ആഡ് ചെയ്യാം. ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും നമ്മുടെ ചിക്കന് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ പീസസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചിക്കൻ്റെ പീസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് നല്ലതുപോലെ കുക്കായത് എടുക്കാം. ഇത് കരിഞ്ഞു പോവാതെ നമ്മൾ ഒരു ബ്രൗൺ കളർ, അല്ലെങ്കിൽ ഒന്ന് വെന്തു, ഒരു 3/4 ഭാഗം വെന്തു എന്ന് അറിയുമ്പോഴത്തേക്കും നമുക്കിതിനെ എടുക്കാവുന്നതാണ്. ഏകദേശം നമ്മുടെ ചിക്കൻ ഇങ്ങനെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് കുക്ക്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് ഒരു ബൗളിലേക്ക് വെക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്ന ഈ ചിക്കൻ ടിക്കയ്ക്കെല്ലാം നല്ലൊരു സ്മോക്കി ടേസ്റ്റ് ഉണ്ട്. അതെന്താണെന്നറിയോ? അവരത് ഗ്രില്ല് ചെയ്തും ഒക്കെ എടുക്കുന്നതാണ്. നമുക്ക് വീട്ടിലിപ്പോൾ അവനില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വഴി നമുക്ക് നോക്കാം. അതായത് ഒരു ചാർക്കോൾ എടുക്കുക, അത് കനലാക്കിയതിന് ശേഷം നമ്മുടെ ഈ വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് വെച്ചിട്ട് അടച്ച് ഒരു 10 മിനിറ്റെങ്കിലും ഈ പുകയൊന്നും പുറത്ത് പോകാത്ത രീതിക്ക് അടച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിലൊക്കെ നല്ലൊരു സ്മോക്കി ടേസ്റ്റ് വരും. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ പോവാം. അതിനായിട്ട് ഒരു 2 മീഡിയം ഉള്ളി നല്ലതുപോലെ കൊത്തി അരിഞ്ഞതാണ്. തക്കാളിയുടെ പേസ്റ്റാണിത്. ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകം പൊടി, കസൂരി മേത്തി, മല്ലിപ്പൊടി, ബട്ടർ, ഫ്രഷ് ക്രീം. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ അടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലും അതുപോലെ 1 ടീസ്പൂൺ ബട്ടറുമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ബട്ടറൊക്കെ നല്ലതായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാള നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വാടി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇളക്കി കൊടുക്കുക. അടച്ചൊന്നും വെച്ച് ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് കാണാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് കളറ് മാറി വരുന്നുണ്ട്. ഈ ഒരു ഭാഗം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതും നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ച മണം മാറുന്ന വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് നമ്മുടെ തക്കാളി അരച്ച പേസ്റ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ വറ്റി നമ്മുടെ ഉള്ളിയോട് നന്നായി യോജിച്ച് വരണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. തീ കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാനുള്ളത്. അങ്ങനെ ഇവിടെ ഏകദേശം നല്ലതുപോലെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇച്ചിരി കൂടി ഒന്ന് ഡ്രൈ ആകാനുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കാണാം നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തതാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ ജീരകത്തിൻ്റെ പൊടി,
ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ നോക്കാം. ഇവിടെ എല്ലാ സ്മോക്കും നമ്മുടെ ചിക്കനിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഈ മസാല പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ ചിക്കൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നല്ലതുപോലെ നമ്മൾ ചിക്കനായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് നമ്മുടെ വെള്ളം. വെള്ളം ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ നിങ്ങൾ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയും ഇതും കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. നമ്മൾ ഈ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അങ്ങനെ ഇതാ ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്ന് നല്ലൊരു റോസ്റ്റ് പോലെ ആയില്ലേ. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഫ്രഷ് ക്രീമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രഷ് ക്രീമൊക്കെ ഇട്ട് ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ ഗ്രേവിക്ക്. പിന്നെ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന കറികൾ ഒരു റെഡ് കളറാണ്, അത് അവർ ഫുഡ് കളർ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ ഞാൻ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ചേഞ്ച് ചെയ്യുന്നൊരു ഐറ്റം. അങ്ങനെ കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാകും. അങ്ങനെ നന്നായി നമ്മുടെ ഗ്രേവി നല്ല കുറുകി വന്നിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ റെസിപ്പി. നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, അടിപൊളി ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.